എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ മദ്യപിക്കും 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 മദ്യപിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇയാൾ പുറത്തു നിന്ന് മദ്യപിച്ച് വരും, വീണ്ടും 1 മണിക്കൂർ മുമ്പ് വീണ്ടും മദ്യപിച്ച് വരും, വീണ്ടും മദ്യപിക്കാൻ പോയിട്ട് വരും. അപ്പോൾ ചെറുതായിട്ട് ഈ കെട്ട് വിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇയാൾ വീണ്ടും ചെന്ന് മദ്യപിച്ച് വരും. ഇതാണ് ഇയാളുടെ ശീലം. ഇത് കഴിഞ്ഞാലോ ഇയാൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അയാൾക്ക് തന്നെ പിന്നെ ഓർമ്മയില്ല. മാത്രമല്ല, ഈ മദ്യപിച്ച് കഴിയുമ്പം പലരെയും പക പോക്കണം എന്നുള്ള വാശിയും ദുർവാശിയും വിഷയങ്ങളും കൂടിയാണ്. അപ്പോൾ ഇയാളുടെ കേവലം 6 വയസ്സുള്ളൊരു കുഞ്ഞ് മോളും 2 3 വയസ്സ് പ്രായം വരുന്ന പയ്യനുമൊക്കെ ഈ അച്ഛൻ്റെ ഈ പെരുമാറ്റം കണ്ട് പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇവൻ്റെ ഈ മദ്യപാന ശീലത്തിന് ഇരകളാവുന്നു. ഭാര്യ എന്ത് ചെയ്യും? അവരുടെ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല. ഇതാണ് അപകടാവസ്ഥ മദ്യപാനത്തിൽ. ചിലർ ഒരു പേരിന് വേണ്ടി ഒരു കൂട്ടം കൂടുമ്പോൾ മാത്രം മദ്യപിക്കുന്നു. ചിലർ നിത്യേന ദിവസേന ഒരു ഔഷധം പോലെ കരുതിക്കൊണ്ട് മദ്യപിക്കുന്നു. ചിലർ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ എന്നുള്ള രീതിക്ക് മദ്യപിക്കുന്നു. ചിലരാണെങ്കിൽ എപ്പോൾ എവിടെ ഏത് നേരവും ആരോടും മദ്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുക. അതാണ് അപകടം, ഡിപ്പെൻഡൻസി. എന്തായാലും ഏത് തരത്തിലുള്ള മദ്യപാനികളാണെങ്കിലും നമുക്ക് ആൻറ്റി ആൽക്കഹോൾ പ്രോഗ്രാമുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള, ഔഷധരഹിതമായിട്ടുള്ള, രസകരമായിട്ടുള്ള. ഓരോ വ്യക്തികളും മദ്യപിക്കാൻ കാരണം ഓരോ ഇമോഷണൽ സ്റ്റേറ്റ്സ് ഉണ്ടാവും. അവരുടെ ഉള്ളിൽ പല കാരണങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്യും. ഒരുപക്ഷെ പിയർ പ്രഷർ, ഏതോ ഒരു പ്രായത്തിലോ മറ്റോ മറ്റുള്ളവരുടെ കൂട്ടുകാരുടെയോ മറ്റോ പ്രേരണയിൽ വഴങ്ങിയായിരിക്കാം മദ്യപാനം തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ അച്ഛൻ മദ്യപാനി, അല്ലെങ്കിൽ മാമൻ മദ്യപാനി. അങ്ങനെ ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ അനുകരണം കാണുന്നുണ്ട്. ധാരാളം ഇന്ന് കൗമാരക്കാരികളും കൗമാരക്കാരന്മാരും മദ്യപിക്കുന്ന ശീലം കണ്ടുവരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ അധികം ഉണ്ട്. എന്തായാലും ശരി തന്നെ, മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടണം, മദ്യം ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എങ്കിൽ എന്നെ സമീപിക്കാം. ഔഷധരഹിതമായിട്ട്, ഒരു മരുന്നുമില്ലാതെ സൗഹൃദപരമായിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ കൊല്ലം ഐത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് മുഖത്തിലേലും NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അവിടെയും കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, തുടർന്നുള്ള ഇത്തരം ബിഹേവിയർ ഇഷ്യൂസ്, ഇതിനൊക്കെ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒരു മരുന്നുമില്ലാതെ നമുക്കുണ്ട്. ഞാൻ 23-ൽ പരം വർഷങ്ങളായി സൈക്കോളജിസ്റ്റായിട്ട്. വരിക, വന്ന് സേവനം നേടുക. 9605743596. അതുകൊണ്ട് നിങ്ങൾ മദ്യത്തിന് അടിമയാകാതിരിക്കും. മദ്യം നിങ്ങൾക്ക് അടിമയായിരിക്കട്ടെ, അതായിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മാന്യതയും സാമ്പത്തികവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുകയാണ് മദ്യപാനം. അതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വരിക, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സേഫായിട്ട്, രസകരമായിട്ട്. ഒരു കുറ്റപ്പെടുത്തലും നിർദ്ദേശവും ഹോംവർക്കും ഇല്ല. വരിക, പ്രയോജനപ്പെടുത്തുക.